വീഴ്ച സംഭവിക്കണ എപ്പോഴാണെന്നാണ് പറഞ്ഞത്? അത് 8:13 വായിച്ച്. 8:13 പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ്. എങ്കിലും അവർക്ക് വേരുകളില്ല. അവർ കുറെ നാളത്തേക്ക് വിശ്വസിക്കുന്നു. എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണു പോകുന്നു. ഇവിടുത്തെ വില്ലൻ ആരാണ്? പ്രലോഭനമാണ്. പ്രലോഭനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രലോഭനം, ഇപ്പോൾ നിങ്ങൾ ഉടമ്പടി എടുത്തു, നിങ്ങൾ ജോലിക്ക് വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ജോലിക്ക് വേണ്ടി ഉടമ്പടി എടുത്തിരിക്കുമ്പോൾ പ്രലോഭനം വരാൻ പോണത് എങ്ങനെയാണ്? അതിൻ്റെ പ്രലോഭനം അതിൽ തന്നെയാണ് ആ പ്രലോഭനം വരണത്. വെച്ചാൽ ഉടമ്പടി എടുക്കാത്ത ഒരാൾക്ക് നിങ്ങൾ വിചാരിച്ച ജോലി കിട്ടും. അപ്പോൾ അത് പ്രലോഭനമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് പാടാണ്. നിങ്ങൾ കല്യാണം കെട്ടാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. ഒരിടപടി ഇല്ലാത്ത ആൾക്കാർ നാളെ കല്യാണം കഴിച്ച് പോയി നിങ്ങളുടെ മുമ്പിൽ കൂടി ചെണ്ടി പിടിച്ചുകൊണ്ട് പോയി കാറെ വന്ന് ഇറങ്ങുമ്പോൾ ദൈവം നിങ്ങൾ അണ്ടി കളഞ്ഞ അണ്ണാനപ്പം ഇരിക്കും. 2 തിരി പോയില്ല എന്ന് പറയും കർത്താവ് കത്തിച്ചത്. ഒരു തിരിയും കത്തിക്കാത്ത ആൾക്കാർ ചെണ്ടി പിടിച്ച് നടക്കണം. ഇതിനാണ് പ്രലോഭനം. അപ്പോൾ അവർ നമ്മളുണ്ടാക്കുന്ന പ്രലോഭനം അറിയണമെങ്കിൽ ശരിക്കും പരിശുദ്ധാത്മാവിന് വേണം. കാര്യം ആൾക്കാരുടെ എല്ലാം വീഴ്ചയുടെ ഒരു കാര്യം, വീഴ്ചയുടെ 90% നമ്മൾ വീഴ്ചകളുടെ സർവേ നടത്തിക്കൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഈ സംഭവം തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത്. വെളിപാടിന് വചനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവല്ലേ ചെയ്യണത്. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ സുപ്രീം കോടതി ഫുൾ ബെഞ്ചിലുള്ള തീരുമാനമാണ്. പരിശുദ്ധാത്മാവ് സർവേ നടത്തിയപ്പോൾ കണ്ടുപിടിച്ചത് എന്താണ്? ആൾക്കാർ വീണു പോകാൻ കാരണം എന്താണ്? പ്രലോഭനമാണ്. അതാ സംഭവം. പ്രാർത്ഥിച്ച നമ്മുടെ അണ്ടികളഞ്ഞ അണ്ണാനെ പോലെയും പ്രാർത്ഥിക്കാത്തവൻ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. ഇതിനേക്കാൾ വലിയ പ്രലോഭനം എന്തുണ്ട്? ഇത് ദൈവം തന്നെ കരുതിക്കൂട്ടി ചിലപ്പോൾ നിങ്ങൾക്കൊരു പ്രലോഭനം തന്നു വരും. പ്രലോഭിപ്പിക്കണ ദൈവത്തിൻ്റെ പരിപാടി അല്ലെന്ന് പറയാനും വളർച്ചയുടെ ഭാഗമായിട്ട് ഇത് അനിവാര്യമായൊരു ഘടകമാണ്. വളർച്ചയുടെ യേശുക്രിസ്തുവിനെ പോലും പ്രലോഭനങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ ദൈവത്തിന് പറ്റിയില്ല. അതാണ് പ്രശ്നം. ഈ മനുഷ്യത്വത്തിലെ മനുഷ്യത്വം ദൈവികതയിലേക്ക് ഒരു ട്രാൻസിഷൻ സംഭവിക്കുമ്പോൾ അതിൻ്റെ അകത്ത് അനിവാര്യ ഘടകമാണ് ടെംപ്റ്റേഷൻ. ടെംപ്റ്റേഷൻ ഇസ് ദ ഇന്നെവിറ്റബിൾ സെക്ഷൻ ആണ്. അതെന്തിൻ്റെയാണ്? ഈ വളർച്ചയുടെ ഒരു ഘടകമാണത്. ട്രാൻസിഷൻ, ഒരു പരിവർത്തനം. മനുഷ്യ സ്വഭാവത്തിൽ നിന്ന് നമ്മൾ ദൈവ സ്വഭാവത്തിലേക്ക് ഈ ഉടമ്പടി നമ്മൾ മാറ്റുമ്പോൾ അതിൻ്റെ അകത്തൊരു ഘടകമാണ് പ്രലോഭനം. ക്രിസ്തുവിനെ പോലും അതിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് മരുഭൂമിയിൽ പരീക്ഷയൊക്കെ വെച്ചിരിക്കുന്നത്. ആ മരുഭൂമിയിൽ ഒരു മനുഷ്യനും ഉണ്ടാകാവുന്ന പ്രലോഭനങ്ങളുടെ സെക്ഷൻസ് തിരിച്ച് അവിടെ പ്രലോഭനങ്ങൾ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ പിശാചിനെ ക്രിസ്തു ഇപ്പോൾ പ്രലോഭനം എന്തുകൊണ്ടാണ് ദൈവത്തിൽ നിന്ന് വരുന്നതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൽ ഇപ്പോൾ പിശാച് ആണ് യേശുവിനെ പ്രലോഭിപ്പിച്ചതെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള ഒരു പ്രലോഭനമാണെന്ന് ഞാൻ പറയും. അതിന് പറയാൻ കാരണം പരിശുദ്ധാത്മാവിൻ്റെ പഴയ അക്കൗണ്ടുകളാണ്. പരിശുദ്ധാത്മാവ് തന്നെയല്ല ഈ പഴയ നിയമം പുതിയ നിയമം എഴുതിയിരിക്കണത്. ഈ പഴയ നിയമത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ പഴയ അക്കൗണ്ടിൽ ജോബിൻ്റെ അടുത്തേക്ക് പിശാചാണ് വരണത്, ഇല്ലേ? ജോബിൻ്റെ അടുത്ത് പിശാച് വരുമ്പോൾ ദൈവം പിശാചിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ്? നീ എൻ്റെ ദാസനായ ജോബിനെ കണ്ടോ? അപ്പോൾ ഉടനെ ദൈവത്തോട് പിശാച് പറയും, ദൈവം എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. അവൻ ഇന്ന് വരെ ദൈവത്തെ തള്ളി പറഞ്ഞിട്ടില്ല, അവൻ നീതിമാനാണെന്നല്ലേ. അതിൻ്റെ കാരണം നീ അവന് ചുറ്റും വേലി കെട്ടി വെച്ചിരിക്കണ കൊണ്ടല്ലേ? വേലി കെട്ടി വെച്ചിരിക്കണ കൊണ്ടല്ലേ? അവൻ്റെ സമ്പത്തിന് ചുറ്റും വേലി കെട്ടി. അവൻ്റെ മക്കൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല, അവൻ്റെ സമ്പത്തിന് നഷ്ടമൊന്നുമില്ല, അവൻ്റെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല. നീ ആ വേലി ഒന്ന് പൊളിച്ച് ജോബിൻ്റെ ശരീരത്തെ ഞാൻ തൊട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് കുട്ടം പിടിക്കും. അപ്പോഴവൻ നിന്നെ തള്ളിപ്പറഞ്ഞാൽ ഞാൻ കാണിക്കാം. അവന് മക്കളെ ഞാനൊന്ന് കൈ കൊണ്ട് അവർ പിടത്തല്ലേ ഇടിപെട്ട് കയറ്റി മരിക്കും. അപ്പോൾ അവൻ നിന്നെ തള്ളിപ്പറഞ്ഞ് ഞാൻ കാണിക്കാം. ഇങ്ങനെ പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ശരി, ഞാൻ വേലി പൊളിക്കാൻ നിന്നെ അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ ആരാണ് ജോബിനെ പരീക്ഷിക്കാൻ വേണ്ടി അനുവദിച്ചത്? പിശാചല്ല, ദൈവമല്ലേ? അതാ സംഭവം. അപ്പോൾ ക്രിസ്തുവിൻ്റെ അടുത്തും പിശാച് വരുന്നത് ദൈവത്തിൻ്റെ ഒരു കൺസെൻറ്റോട് കൂടിയാണ്. അല്ലാതെ എൻ്റെ ഒരു സ്വകാര്യമായ ആലോചന ഇപ്പം കിട്ടിയത് പറയണമല്ല, ഞാൻ പഠിച്ചു വെച്ച് പറയണമല്ല ഇത്. എന്ന് വെച്ചാൽ നമുക്കൊരു പ്രലോഭനം വരുമ്പോൾ അതിൻ്റെ കാരണം മുഴുവൻ നമ്മളാണെന്ന് പറയരുത്. ദൈവം തന്നെ നമ്മൾക്ക് അപ്ഗ്രേഡ് ട്രാൻസിഷനിൽ ടെംപ്റ്റേഷൻ തരും, നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി. നമ്മൾ ഈ വളർച്ചയാണല്ലോ അത് മുമ്പേ.
കാര്യം ആധ്യാത്മിക ജീവിതം വളർച്ചയാണ്. ദൈവ പൈതലാണ് നമ്മളെങ്കിൽ പൈതൽ എപ്പോഴും വളർന്നുകൊണ്ടേയിരിക്കും. ദൈവ പൈതലാണ് നമ്മളെ. അപ്പോൾ ദൈവ പൈതലിൻ്റെ ഒരു പ്രത്യേകത എന്താ? ബയോളജിക്കൽ ഗ്രോത്ത് ഉണ്ടാകും, അതുപോലെ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകും, വളർച്ച ഉണ്ടാകും. വളർച്ച ഉണ്ടാകണം മുഴുവനും ഈ ട്രാൻസിഷനിൽ ടെംപ്റ്റേഷൻ വന്നുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകും, ചിലപ്പോൾ ദൈവം കരുതിക്കൂട്ടി നമുക്ക് തരും. അപ്പോൾ കരുതിക്കൂട്ടി തരുമ്പോൾ നമ്മളെ ശ്രദ്ധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് മസ്റ്റാണ്. പരിശുദ്ധാത്മാവാണ് ഇത് വിവേചിക്കുന്നത്. പരിശുദ്ധാത്മാവ് വിവേചിച്ച് പറയും. ഇപ്പം തന്നെ ഞാൻ എപ്പോഴും ഓർക്കുവേ, അതായത് ഈ രണ്ട് യാക്കോബിനെയും യോഹന്നാനെയും സമറിയായിലൂടെ പറഞ്ഞു വിട്ടത് ആരാണ്? ക്രിസ്തു അല്ലേ പറഞ്ഞു വിട്ടത്? ജെറുസലേമിലേക്ക് പോകണം, വഴിയൊരുക്കണം, വീടൊരുക്കണം, രാത്രി താമസിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞു വിട്ടത് ആരാണ്? ക്രിസ്തു, ഈശോ തന്നെ പറഞ്ഞു വിട്ടത്. അവർ കൊടുവാളും വടിവാളുമായിട്ട് അമ്മയുടെ പെടൽ വെട്ടാൻ വേണ്ടി ഇരിക്കണം എന്നറിയാവുന്നത് ആർക്കാണ്? ക്രിസ്തുവിനാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം വടിവാളിൻ്റെ താഴേക്ക് ഇവരെ പറഞ്ഞു വിട്ടതല്ലേ ശരിക്കും പറഞ്ഞാൽ. എന്തുകൊണ്ടാണ് പറഞ്ഞു വിട്ടതിൻ്റെ കാര്യം? ഇവന്മാരിപ്പോഴും ശിഷ്യന്മാരായിട്ടില്ല. അതാണ് പ്രശ്നം. ശിഷ്യന്മാരാണെന്ന് പറഞ്ഞിങ്ങനെ അഭ്യാസം കാണിച്ച് വിഷം കെട്ടി നടക്കണതല്ലാതെ ദേ ആർ നോട്ട് ആക്ച്വൽ ഡിസൈപ്പിൾസ്. അവർക്ക് ഇപ്പോഴും വൈരാഗ്യമുണ്ട്, വിദ്വേഷമുണ്ട്. എത്രയോ പ്രാവശ്യം ഈശോ പറഞ്ഞാണ്. ഇതിനെ കുറച്ച് കഴിയുമ്പോൾ ഈശോ പറയും, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ വടിവാളും കൊണ്ടല്ല നടക്കേണ്ടത്, മറിച്ച് കുരിശ് എടുക്കണമെന്ന് പറയും. ഇത് പറയണതിന് മുമ്പാണ് ഈശോ ആദ്യം ഈ വടിവാൾ ഉപയോഗിക്കേണ്ട സാഹചര്യം സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണ് സമറിയായിലോട്ട് ചെല്ലുമ്പോൾ സമറിയ ഇവരോട് ചോദിക്കും, നിങ്ങൾ എവിടെ പോകണം? അപ്പോൾ പറയും, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ ആൾക്കാരാണ്. എന്ന് വെച്ചാൽ അതൊരു ഭീഷണിയാണ് അവർ പറയണത്. കാനായിൽ വെള്ളം വീഞ്ഞാക്കിയ, കടലിന് മീതെ നടന്ന് അപ്പം വർദ്ധിപ്പിച്ച, ഇന്ന് ലോകത്ത് കേട്ടുകേൾവിയുള്ള ഏറ്റവും വലിയ ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ സമരക്കാർ അന്ന് ഇവിടെ വിലപ്പോകത്തില്ല, ഇതിൻ്റെ പാട് തിരക്കാൻ പറയും. ഇവിടെ കൂടി പോകണമെന്നുണ്ടെങ്കിൽ മൗണ്ട് ഗെറിസിമിൽ ആരാധിക്കണം, അല്ല ജെറുസലേമിൽ ആരാധനയ്ക്ക് ഞങ്ങൾ അംഗീകരിക്കത്തില്ല. ഞങ്ങളുടെ അംഗീകാരമുള്ള ആരാധന ഗെറിസിം മലയിലാണ് ഉള്ളത്. ഗെറിസിം മലയിൽ ആരാധിക്കാൻ പറ്റുമെങ്കിൽ മാത്രം അത് പറ്റത്തില്ല എന്ന് പറയുന്നത് ഇവർ അത് വിഗ്രഹ ആരാധന എന്ന് പറഞ്ഞിട്ട് ഇവർ പറയും. അപ്പോൾ പറയും, അങ്ങനെ പോകണമെങ്കിൽ കൈകാര്യം പറ്റുമെന്ന് അവർ പറയും. അപ്പോൾ ഇവർക്ക് പറഞ്ഞിട്ട് പറയും, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി തീയും ഗന്ധകം ഇറങ്ങി ഇവർ നശിപ്പിക്കണമെന്ന് പറയും. അപ്പോൾ ഈശോക്ക് മനസ്സിലാകും, ഈ ആൾക്കാരെ നശിപ്പിക്കാനുള്ള അരൂപി ഇപ്പോഴും ഇവരുടെ കയ്യിൽ ഉണ്ട്, ഇല്ലേ? അതുകൊണ്ട് ഈ നശിപ്പിക്കാനുള്ള അരൂപി, ആൾക്കാർ വെറുപ്പ് ഇപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. പറഞ്ഞ മനസ്സിലായോ? ഉടമ്പടി ദൈവം ബയലാറ്റർ എഗ്രിമെൻ്റ് അല്ലേ? ഉടമ്പടി ദൈവം വിശുദ്ധനായ നീ എൻ്റെ മുമ്പാകെ നടക്കണമെന്നല്ലേ ഉടമ്പടി. എബ്രാഹത്തോട് എന്താ പറഞ്ഞത്? 17:1 നീ എൻ്റെ ഉൽപ്പത്തി പുസ്തകം, നീ എൻ്റെ മുമ്പാകെ നടക്കണം. എന്താണ്? വിശുദ്ധനായിരിക്കുക. അപ്പോൾ ഉടമ്പടി വിശുദ്ധിയുള്ള വ്യക്തിക്ക് മാത്രമേ ഉടമ്പടി ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവം വിശുദ്ധനായതുകൊണ്ടാണ്. ഇവരുടെ ഉള്ളിൽ വൈരാഗ്യം, വിദ്വേഷം, ചതിയും അഹങ്കാരവും മുൻകോപവും ഉള്ളത് കൊണ്ട് അത് ഇവരെ കൊണ്ട് തന്നെ പുറത്തെടുപ്പിക്കാൻ വേണ്ടി കരുതിക്കുട്ടി ഇവർക്കൊരു പ്രലോഭനം കൊടുക്കുകയാണ്. എന്താ കൊടുക്കണത്? ആ സമറിയായിലൂടെ വിടുകയാണ്. ഈശോക്കറിയാം അവിടെ വടിവാളുമായിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ടെന്ന്. ആ വടിവാളിൻ്റെ നേരെ ഇവരെ വിടുകയാണ്. അപ്പോൾ അവർ വെട്ടുമെന്ന് പറയുമ്പോൾ പറയും, ഇവർ തിരിച്ചു വരും. കർത്താവെ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഏലിയായെപ്പോലെ, ഏലിയാണല്ലോ അഗ്നി ഇറക്കിയ ആളെ, അപ്പോൾ ആ ഏലിയായെപ്പോലെ ഇവരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ, അതിന് അധികാരം തരാൻ പറയും. എന്നുവെച്ചാൽ അവരെ കൊല്ലാനുള്ള അധികാരം ചോദിക്കുകയാണ്. അപ്പോൾ ഈശോ ചോദിക്കുന്നത് എന്താണ്? എന്ത് അരൂപിയാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. എന്ത് അരൂപിയാണുള്ളത്? കൊല്ലണ അരൂപി എന്താണ്? നശിപ്പിക്കണ അരൂപി എന്താ? കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളം വരുന്നതെന്ന് ഈശോ പറഞ്ഞില്ലേ? ആ അരൂപിയാണ് കക്ഷികൾക്കുള്ളത്. അത് കർത്താവിനറിയാം. ഇവർ ഉടമ്പടി ജീവിക്കണേ, പക്ഷേ കൈയിരിപ്പ് മോശമാണ്. യോഹന്നാൻ 10:10 എന്താ പറയണത്? 10:10 അരൂപി എന്താണ്? കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളം വരുന്നത്. അപ്പോൾ അഗ്നി ഇറങ്ങി നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഉള്ളിലുള്ള ആളുടെ അരൂപി എന്താണ്? സാത്താന്യമായ അരൂപിയാണ് ഇവർക്കുള്ളത്. ഇവരെയും വെച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്നാണ് ഈശോ പച്ചമലയാളത്തിൽ പറഞ്ഞത്. ഇനി ഈ യാക്കോബിനെയും യോഹന്നാനെയും കൂടി കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്താണ്? ഈ കക്ഷികൾക്ക് എൻ്റെ കൂടെ നടക്കാൻ പറ്റത്തില്ല. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈശോ പറയും, എന്നെ അനുഗമിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? സ്വയം. ഇപ്പം നിങ്ങൾക്കിട്ട് കൊണ്ടപ്പോഴല്ലേ നിങ്ങൾ അവരെ തന്തക്ക് വിളിച്ചത്? അതല്ല സ്വയം എന്ന് പറയണത്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ സ്വയം പരിത്യജിക്കണം. അവിടെയാണ് ക്ഷമ വരണത്. ക്ഷമ. പിന്നെന്താണ്? ദയ, നന്മ, വിശ്വസ്തത. വിശ്വസ്തത ഉടമ്പടിയുടെ മെയിൻ സംഭവമാണ് വിശ്വസ്തത. എന്തെല്ലാം പുലിവാലുണ്ടായാലും നമ്മുടെ പ്രാർത്ഥന കേട്ടില്ലെങ്കിലും നാം പ്രാർത്ഥിക്കാത്ത ഉടമ്പടി എടുക്കാത്ത ആൾക്കാർ ഭൗതികമായ നേട്ടം കൊയ്യണ കണ്ടാലും നമ്മൾ ദൈവത്തോട് വിശ്വസ്തത പാലിക്കും. പിടികിട്ടിയ? അവിടെ വിശ്വസ്ത വരണത്. വിശ്വസ്ത വരണ എവിടെയാണ്?
അതായത് നമ്മൾക്ക് അതായത് മറ്റുള്ള വ്യക്തികളെ ഉടമ്പടി എടുക്കാത്തവർക്ക് നമ്മൾ പറയുന്ന ഭൗതിക ആനുകൂല്യം, അവിടെ സ്ഥലം വിറ്റുമാറുക, അവർക്ക് ജോലി കിട്ടുക, അവർക്ക് പ്രൊമോഷൻ കിട്ടുക, അവർക്ക് വിസ വരിക, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ മറ്റുള്ളവർക്ക് സംഭവിക്കുകയും നമ്മൾക്ക് സംഭവിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു നീരസം തോന്നുകയും നമ്മൾ ഉടമ്പടിയിൽ മാന്യം കാണിക്കുകയും വേര് താഴേക്കില്ലാത്ത കൊണ്ട് ചിലപ്പോൾ ഉടമ്പടി വീണു പോവുകയും വിശ്വസ്തത കുറയുകയും ചെയ്യും. ഈ വിശ്വസ്തത പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ഈ വീഴ്ചയും വിശ്വസ്തതയും ഇൻ്റർകണക്റ്റഡ് ആണ്. നമുക്കൊരു നമ്മൾ ഒരു കാര്യത്തിൽ ഉടമ്പടി വീണു പോയാൽ അതിൻ്റെ അർത്ഥം വീഴ്ച വന്നിരിക്കേണ്ട വിശ്വസ്തതയിലാണ്. അതിൽ ഒരു പങ്ക് ദൈവത്തിൽ നിന്നാണ് നിങ്ങൾ വിശ്വസ്തത കുറഞ്ഞിരിക്കുന്നത്. ഉടമ്പടിയിൽ ഉപ്പെന്ന് സംഭവമില്ലേ, അതെന്താണ്? സോൾട്ട് ഓഫ് ദി കവനൻ്റ് എന്നാണ് വിളിക്കുന്നത്. ടേക്ക് ദ ബെഡഫോർഡ് 18:19. സംഖ്യ 18:19. ഇസ്രായേൽ ജനം കർത്താവിന് നിരാജനമായി. നിരാജനം എന്നൊക്കെ പറഞ്ഞാൽ ഉപ്പ് തളിച്ചെന്നതിൻ്റെ അർത്ഥം. ഇംഗ്ലീഷ് ബൈബിളിൽ കവനൻ്റ് ഓഫ് സാൾട്ട് എന്ന ഉപ്പിൻ്റെ ഉടമ്പടി എന്ന് എഴുതിയിരിക്കുന്നത്. ഇവർ തർജ്ജമ ചെയ്ത് വന്നപ്പോൾ ഭയങ്കര കട്ടമായിപ്പോയി. തർജ്ജമക്കാർ നമ്മളെ കുറേ പണി തന്നിട്ടുണ്ട് നമുക്ക്. കാര്യം ഇംഗ്ലീഷ് ബൈബിൾ നോക്കിയാൽ മനസ്സിലാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾട്ട് ഓഫ് ദി കവനൻ്റ്, ഉപ്പിൻ്റെ ഉടമ്പടി എന്നാണ് കിടക്കുന്നത്. വെച്ചാൽ ഉപ്പിട്ട ഉടമ്പടി. കാര്യം ഉടമ്പടി വസ്തുവിൽ ഉപ്പ് തളിക്കണത് സംഖ്യാപുസ്തകം മുതൽ തന്നെയുള്ള ഒരു പാരമ്പര്യമാണ്. കാര്യം അന്ന് ഉടമ്പടി ദൈവനാമത്തിൽ ഉടമ്പടി ചെയ്യുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപ്പ് കൈമാറും. അതിൻ്റെ ചരിത്രം അതാണ്. ഉപ്പ് അങ്ങോട്ട് കൈമാറിയിട്ട് ഉപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നും. എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വിശ്വസ്തത. കവനൻ്റാണ് ഉപ്പിൻ്റെ ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടി ഉപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഉടമ്പടിയാണ്. എന്ന് വെച്ചാൽ ഉപ്പ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നുള്ളെടുത്ത് വായിലിടും, എന്നിട്ട് അത് ഇറക്കും. അതാണ് വിശ്വസ്തതയുടെ ഭാഗമായിട്ടാണ് ഉപ്പ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഉപ്പ് തന്നിരിക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? വിശ്വസ്തതയുടെ പേരിലാണ്. അത് കവനൻ്റ് ഓഫ് സാൾട്ടാണ് തന്നിരിക്കണത്. അല്ലാതെ ചില കൂടുതലൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഉപ്പ് കൊടുക്കുന്നുണ്ട്, അതല്ല സംഭവം. ഉടമ്പടിയിൽ ഉപ്പ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് കവനൻ്റ് ഓഫ് സാൾട്ട്. അത് കറക്റ്റായിട്ട് ഈ സംഖ്യ 18:19 അനുസരിച്ചാണ് ഉപ്പ് തന്നിരിക്കുന്നത്. അത് പല പ്രാവശ്യം വെഞ്ചരിക്കും, ഒരു പ്രാവശ്യമല്ല. ഒരു മുറിയിൽ ഇത് വെച്ചിട്ട് എല്ലാ ദിവസവും പോയി അത് വെഞ്ചരിക്കും. അപ്പോൾ ചില പദാർത്ഥങ്ങൾക്കൊക്കെ 100 വെഞ്ചരിപ്പൊക്കെ കിട്ടുന്നുണ്ട്. ചിലതിന് തീർന്നു പോയ വസ്തുക്കൾ ചിലപ്പോൾ 2 വെഞ്ചരിപ്പേ കിട്ടുന്നുള്ളതായിരിക്കും. പക്ഷേ ഒത്തിരി വെഞ്ചരിപ്പ് കിട്ടിയിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് ആ നേർച്ച വസ്തുക്കളെല്ലാം വരണത്. ഒരു 50 വെഞ്ചരിപ്പോ അല്ലെങ്കിൽ 100 വെഞ്ചരിപ്പോ ഒക്കെ കിട്ടിയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ. കാര്യം എല്ലാ ദിവസവും ഞാൻ വെഞ്ചരിക്കും അവിടെ പോയി. കാര്യം വെച്ചാൽ ആ നേർച്ച വസ്തുക്കളെ തന്നെയും പിന്നെയും വെഞ്ചരിച്ചുകൊണ്ടിരിക്കും. അതിനെ എംപവർ ചെയ്ത് എന്താ വെഞ്ചരിക്കണതിൻ്റെ കാര്യം? അതൊരു അനുഷ്ഠാന പ്രക്രിയ അല്ല. ശരിക്കും പറഞ്ഞാൽ വെഞ്ചരിപ്പെന്ന് പറയുന്നത് ഒരു അനുഷ്ഠാന കർമ്മത്തിൻ്റെ രീതിയിലുള്ള ഒരു വെഞ്ചരിപ്പല്ലത്. മറിച്ച് പവർ ഇൻഫ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബൈബിൾ ഫോർമുലയാണത്. എന്താണ് അത് പറയുന്ന? എനിക്ക് എന്താണ്? യേശു കർത്താവാണെന്ന് ഞാൻ അധരം കൊണ്ട് ഏറ്റുപറയും. പിന്നെ എന്താണ്? ദൈവം അവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും. അപ്പോൾ റോമ 10:9 അനുസരിച്ചുകൊണ്ടാണ് വെഞ്ചരിപ്പ് ഉണ്ടാകുന്നത്. അല്ല പള്ളികളിൽ പായസം വെഞ്ചരിക്കണ പോലെയും അടിമ വെക്കണ പോലെയും അല്ലത്. അതിനൊരു സിമ്പിൾ ഫോർമുലയാണ് അവർ ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ രക്ഷാകര ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. രക്ഷയുടെ ഫോർമുല ഇല്ലേ? രക്ഷയുടെ ഫോർമുല എന്താണ്? കൃപയുടെ ഫോർമുലയാണ്. നോട്ട് ബ്ലെസ്സിങ്ങിൻ്റെ ഫോർമുല അല്ല ഉപയോഗിക്കുന്നത്, കൃപയുടെ ഫോർമുലയാണ്. അതെന്താണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയും. പിന്നെ എന്താണ്? ദൈവം അവനെ മരിച്ചു നിർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും. ഈ 2 ഫാക്കൽറ്റിയുടെ കൺകറൻസ് വെച്ചിട്ടാണ് ഇതിലേക്ക് വെഞ്ചരിക്കും. എന്ത് വരും? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞാൽ ദൈവം അവനെ മരിച്ചു നിർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ രക്ഷ പ്രാപിക്കും. രക്ഷ എന്താണ്? ലൂക്കാ 2:30 ക്രിസ്തു തന്നെയാണ്. അപ്പോൾ ക്രിസ്തുവിനെ ഈ മീഡിയം വെച്ച് നിങ്ങൾ പ്രാപിക്കണം. അതിനാണ് നിങ്ങളെക്കൊണ്ട് ഡീകോഡ് ചെയ്യിക്കണത്. നിങ്ങളെക്കൊണ്ട് ഡീകോഡ് ചെയ്യിക്കും. ഞങ്ങൾ ഈ കോഡ് ചെയ്തിരിക്കുന്ന സംഭവത്തെ, പവർ കോഡ് ചെയ്തിരിക്കുന്ന സംഭവത്തെ നിങ്ങളെക്കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഡീകോഡ് ചെയ്യിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ പവർ അനുഭവവേദ്യമാക്കാൻ നിങ്ങളോട് എന്ത് പറയും? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുന്നതിന് പകരം ഞങ്ങൾ നിങ്ങളോട് പറയണത് വിശ്വാസപ്രമാണം ചിലരാണ് പറയണത്. പിടിയിട്ടില്ലേ? അപ്പോൾ ബുദ്ധിയും ബോധവും ഉള്ളവൻ വിശ്വാസപ്രമാണം മുട്ടെന്ന് കൈ വിരിച്ചു പിടിച്ച് ചെല്ലും. എന്താ കാര്യം? വിശ്വാസ പ്രഖ്യാപനം കൈ വിരിച്ചു പിടിച്ചാണ് ചെയ്യേണ്ടത്. കാര്യം ക്രിസ്തു രക്ഷ പ്രഖ്യാപിച്ചത് കൈ വിരിച്ചു പിടിച്ച് കുരിശക്കറന്നാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ രക്ഷാകര നടപടിക്രമങ്ങളോട് നമ്മൾ മാനസികമായിട്ട് യോജിച്ചുകൊണ്ടാണ് മുട്ടെന്ന് കൈ വിരിച്ച് പിടിച്ചിരിക്കണം. അല്ലാതെ കരിസ്മാറ്റിക് ചെയ്യണ പോലെ കൈ ഉയർത്തി പിടിക്കുകയല്ല. അത് തിരുവുദ്ധാനത്തിൻ്റെതാണ്.
പരിഹാരം ചെയ്തത് കൈ വിരിച്ചു പിടിച്ചാണ്. രണ്ടിനും ഭയങ്കര വ്യത്യാസമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ചെയ്യണ കാര്യങ്ങൾ അതിൻ്റെ കൾട്ടനുസരിച്ച് തന്നെ ചെയ്യണം. അതിനൊരു പ്രത്യേകമായിട്ടുള്ള കൾട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം വേണ്ടത് വിശ്വാസവും ദൈവസ്നേഹവുമാണ് വേണ്ടത്. ഇതെല്ലാം ചെയ്യുമ്പോൾ അപ്പം നിങ്ങളുടെ ഉപ്പ് നിങ്ങൾ എടുക്കുമ്പോൾ എന്നെ വെക്കണം, ഞാൻ വിശ്വസ്തത പാലിച്ചിട്ടുണ്ട്, അല്ലാതെ കൃപാസനം കിട്ടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പ് കൊണ്ടുപോയി വല്ലവൻ്റെ വീട്ടിൽ കൊടുക്കും. പല്ല് തേക്കാത്തവൻ്റെ വീട്ടിൽ കൂടെ ഉപ്പ് കൊടുക്കും. അവൻ ജനിച്ചിട്ട് പള്ളിക്കാർ കാണത്തില്ല. നിങ്ങൾക്ക് ബന്ധുക്കളായ സാഹചര്യം. പക്ഷേ ഞാനെപ്പോഴും പറയും, ഉടമ്പടിയിലുള്ള ആളാണ് അത് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. വായി നോക്കിക്കണം വല്ല വിചാരിക്കണമെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് ചിലപ്പോൾ നിങ്ങളുടെ ആൾക്കാരായിരിക്കും. പക്ഷേ കാരണം ദൈവത്തിൻ്റെ ആൾക്കാരാകണ്ടേ? നിങ്ങളുടെ ആൾക്കാരായിരിക്കണം വല്ല കാര്യമുണ്ടാ? ദൈവത്തിൻ്റെ ആൾക്കാരായിരിക്കണം. അതുകൊണ്ടാണ് രോഗികൾക്കാണ് നിങ്ങളുടെ ഉടമ്പടി തൈര് നിങ്ങൾ നിന്ന് തേച്ച് കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. കാര്യം നിങ്ങളല്ല ഉടമ്പടിയിലുള്ളത്. പക്ഷേ ഉടമ്പടി നിങ്ങൾ തേച്ചാലും ചില സമയത്ത് ഏക്കത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി അല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഓർത്തിരിക്കണം, ഉടമ്പടി കൊണ്ടുവന്ന് ഏതാണ്ട് സംഭവം എഴുതി കെട്ടിത്താത്തണ ഉടമ്പടി എന്ന് പറഞ്ഞുള്ള ചില വിഡ്ഢിവേഷക്കാരില്ലേ, അവർ ചെയ്താൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഇത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഇതെന്താണ്, നമ്മൾ ഉടമ്പടിയിൽ ഒരു ഉപ്പ് തളിക്കണത്, അല്ലെങ്കിൽ ഒരു ഉടമ്പടി കാശ്രൂപം കൈമാറുന്നതോ, അല്ലെങ്കിൽ ഒരു ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരക്കണതോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. സാക്ഷി ആരാ പറഞ്ഞു? ഒന്ന് ശ്രദ്ധിച്ച മക്കളെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സാക്ഷ്യങ്ങളിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്ന നന്ദി പറയുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മുണ്ടമ്പേലി സെന്റ് ലൂയിസ് പള്ളി ഇടവകയെന്ന് ഒരു റോസി ഒരു സാക്ഷ്യം പറഞ്ഞു. റോസിയുടെ സാക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ, റോസി പറഞ്ഞ സാക്ഷ്യം ഇതാണ്. റോസി അവർ 3 മക്കളുണ്ട്. 2 പേർക്ക് 2 കല്യാണം കഴിച്ചു. ഒരാളെ കൂടി പഠിപ്പിക്കണം, കെട്ടിക്കണം, നല്ല ബാധ്യതയുണ്ട്. അതുകൊണ്ട് അവൾക്ക് പഠിപ്പുണ്ടെങ്കിലും കിട്ടണ ജോലിക്ക് അവൾ പോയി. കുവൈറ്റിൽ പോയി ഒരു കൊച്ചിനെ നോക്കാൻ വേണ്ടി ജോലി കിട്ടി, അങ്ങനെ പോയി. പക്ഷേ കൊച്ചിനല്ല, ആ കുവൈറ്റ് വീട്ടുകാർ നല്ലതാണ്. ആ കുഞ്ഞും അവളെ ചെന്നതിന് ശേഷം പ്രസവിച്ച ഒരു മലഹ കുഞ്ഞാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവൾക്ക് കൊച്ചു നോക്കാൻ പറ്റത്തില്ല അവിടെ ചെല്ലുമ്പോൾ. കാര്യം ഇവിടെ കുഴപ്പമില്ല, അവിടെ വേറെ വേലക്കാരുണ്ട് ഓൾറെഡി. അവർ ഇവളെ കൊണ്ടൊന്നും ചെയ്യിക്കത്തില്ല. ഇവളെ എങ്ങനെയെങ്കിലും അവിടുന്ന് വിരട്ടി ഓടിക്കാനാണ് നോക്കണത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, വിരട്ടി ഓടിക്കുക വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യണത് ഇതാണ്. ഒന്ന്, ഇവളൊക്കെ കൊച്ചിനെ വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പോകാനോ ബാത്റൂമിൽ പോകാനും പോലും പറ്റത്തില്ല. കാര്യം കൊച്ചിനെ അവർ വല്ല ഉപദ്രവിക്കും. ഇവളെ കൊച്ച് പുറത്ത് ചാടിച്ചിട്ട് ഈ കൊച്ചിനെ നോക്കാനുള്ള പരിപാടി അവർക്ക് അടിച്ചു മാറ്റണം. അതാണ് ഒരു കാര്യം. തന്നെയല്ല, ഇവളവിടെ ചെന്നിട്ട് അവർക്ക് അവരുടെ കർമ്മങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ബ്ലാക്ക് മാസുകാരാണ്. കർത്താവിനെ അപമാനിക്കുന്ന കുറേ പിശാചിൻ്റെ കുർബാന നടത്തുന്ന ആൾക്കാരില്ലേ, അതായത് നരകത്തിന് അവകാശമാക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടിരിക്കുന്ന സംഭവങ്ങൾ, ഇവരാണ് അവിടെ ആ കുവൈറ്റ് വീടിനെ കൈകാര്യം ചെയ്യണത്. ഇവൾ പ്രാർത്ഥനയും പ്രത്യക്ഷങ്ങൾ പറഞ്ഞ് ചിലപ്പോഴൊക്കെ പിശാചിന് വെകിളി പിടിച്ച് പിശാച് പറഞ്ഞ് അവളെ കൊല്ലണം, അവളെ പുറത്താക്കാതെ ഒന്നും ഇനി ഇവിടെ നടക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ രാത്രി, ആ ബ്ലാക്ക് മാസുകാർ രാത്രി 12 മണിക്ക് അവിടെ ഇരുന്നുകൊണ്ട് അവരുടെ ചില കർമ്മങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ചെയ്യുമ്പോൾ അതൊന്നും ഒക്കത്തില്ല. കാര്യം ഇവളിനകത്ത് ഇവിടെ നിന്ന് പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലണതാണ്. ഇവിടെ കൈ വെഞ്ചരിച്ച ഉപ്പുണ്ട്, വെഞ്ചരിച്ച കാശുരൂപമുണ്ട്. അതുകൊണ്ട് ചെകുത്താൻ്റെ പണിയൊന്നും അവിടെ നടക്കണില്ല. അവർക്ക് കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ ഇവളാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ചെയ്ത്തൊന്നും ഏക്കാത്തതെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇവളെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവളെ കിടക്കണ സ്ഥലത്ത് കൊണ്ടുപോയി നായ്ക്കറിന പൊടി ആക്കി ഇടും, ചൊറിഞ്ഞിട്ട് ഓടാൻ വേണ്ടി. എന്തെല്ലാം പരിപാടി കാണിക്കണമെന്നറിയോ? അതുപോലെ തന്നെ ബാത്റൂമിൽ കൊണ്ട് കുപ്പിച്ചില് വെതറും പൊടിച്ച് അവൾ കാര്യം ഇവർക്ക് ഷുഗറുള്ള കാരണം കൈ പൊട്ടിയാൽ പിന്നെ കാല് പൊട്ടിയാൽ പഴുക്കുക, പിന്നെ പൊറുക്കത്തില്ലല്ലേ. അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ കുപ്പിച്ചില് ബാത്റൂമിൽ വെതറും. ഇവൾ കൊച്ചിനെ ഇവിടെ വെച്ചിട്ട് അവൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റത്തില്ല. കാര്യം കൊച്ചിനെ ഇവർ വന്ന് ഉപദ്രവിക്കുമ്പോൾ കൊച്ചു മരിക്കുക വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ നിയമം അനുസരിച്ച് കൊച്ചിനെ ആര് നോക്കുന്നു അവർ കൊലപാതകളായിട്ട് നേരെ ജയിലിൽ പോകും. പിന്നെ വെളിച്ചം കാണത്തില്ല. അപ്പോൾ മനസ്സിലായി അവൾ പെട്ടിരിക്കണമെന്നൊക്കെ മനസ്സിലായി. അപ്പം നിങ്ങൾ ചാടിക്കയറിയൊക്കെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴേ സംശയം ഉണ്ടെങ്കിൽ അച്ഛനോട് ചോദിക്കണം. ഇത് ഞങ്ങളുടെ നിവർത്തിക്കേട് കൊണ്ടാണ് ഇപ്പോൾ ഈ രാജ്യത്ത് പോകാൻ പോണത്, ഇത് വർക്കൗട്ട് ചെയ്യുക, കർത്താവ് എന്ത് പറയണേ അത് നമുക്കറിയാൻ ബാധ്യസ്ഥരാണ് നമ്മളെ. ഇതൊക്കെ അറിയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ ദൈ വിൽ ബി ഡൺ, ദൈ കിങ്ഡം കം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണത്? എന്നുവെച്ചാൽ വിധി പോലെ നടക്കണമെന്ന് എൻ്റെ അർത്ഥം അല്ല. നമ്മളെ വിധിയിൽ വിശ്വസിക്കുന്നവരില്ല. നിൻ്റെ രാജ്യം വരണം, നിൻ്റെ തിരുമനസ് നിറവേറണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയം നിൻ്റെ തിരുമനസ്സാണോ അല്ലയോ, ദൈവ തിരുമനസ്സാണോ അല്ലയോ, അല്ല നിൻ്റെ സമ്മർദ്ദം കൊണ്ട് നീ ചാടിപ്പീണ് കടലിൽ ചാടി കടക്കാൻ പോണ പോലെ വരരുത്.
അപ്പോൾ നിങ്ങൾക്കൊരു വിഷയത്തിൽ സംശയമാണ് ദൈവം തോന്നിക്കുന്നത്. ആദ്യം സംശയമില്ലെങ്കിൽ ഓക്കെയാണ്. സംശയം ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾ ചോദിക്കണം. സംശയം തോന്നണം വെച്ചാൽ ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളുടെ ഉടമ്പടി ഒന്ന് വെടിപ്പായിരിക്കണം. നിങ്ങൾ ഉടമ്പടി ഇല്ല, ഇപ്പം സംശയം വന്നപ്പോൾ നിങ്ങൾ രോഗികളെയും കണ്ടിട്ടില്ല, വീട്ടിലെല്ലാവരുമായിട്ട് കലഹവുമാണ്, പ്രാർത്ഥനയും ചില സമയത്ത് തോന്നുമ്പോൾ എഴുന്നേക്കണം, 5:30 എഴുന്നേക്കേണ്ട ആൾ 7 മണിക്ക് എഴുന്നേറ്റിട്ട് ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അച്ഛാ സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ആളെ കാണുമ്പോൾ അറിയാൻ പറ്റും. അവിടുന്ന് ചീട്ട് കിട്ടിയാലും ഞാൻ ചീട്ട് കീറി ഇവിടെ വെച്ച്. എന്താ കാര്യം? ഇവരോട് സംസാരിക്കാൻ പറ്റുന്നത് ഇവർ ഉടമ്പടിയിലല്ല, ഇവർ പറ്റിപ്പ് ഉടമ്പടിയായിട്ട് നടക്കുകയാണ്. ഉടമ്പടിയുടെ പേപ്പറൊക്കെ കയ്യിരിപ്പുണ്ട്, പക്ഷേ ഹീസ് നോട്ട് ഇൻ എ കവനൻറ്റ്. കാര്യം എന്താണ്? കവനൻ്റെ ഉത്തരവാദിത്തങ്ങൾ ദൈവസ്നേഹത്തോടെ അവർ പാലിച്ചിട്ടില്ല. അതാണ് എൻ്റെ വിഷയം പറയുന്നത്. കവൻ്റെ ഉത്തരവാദിത്തങ്ങൾ പാലിച്ചാലാണ് ഇതെല്ലാം വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ വിശ്വാസ ആവിഷ്കാരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. വിശ്വാസ ആവിഷ്കാരങ്ങൾക്ക് ആകപ്പാട് ജനത്തിന് അറിയാവുന്ന പ്രാർത്ഥനയാണ്. ആകപ്പാട് ജനങ്ങളെല്ലാം കുർബാന പോലും ആൾക്കാർ ചോദിക്കും, കുർബാന അച്ഛന്മാർ ചോദിക്കുമ്പോൾ ബ്രദർ കുർബാന ചൊല്ലിയതാണോ? അല്ല, അച്ഛനായിട്ടില്ലെന്ന് പറയും. അപ്പോൾ എൻ്റെ അപ്പനൊരു കുർബാന ചൊല്ലിക്കണം. അപ്പോൾ കുർബാന വരെ എന്താണ് ചൊല്ലണ സംഭവമാക്കി മാറ്റി. ആര് മാറ്റിയതാണ്? ഞങ്ങൾ മാറ്റിയതല്ല, നിങ്ങൾ മാറ്റിയതാണ്. കുർബാന ചെല്ലണ സംഭവമല്ല, ഉടമ്പടിയാണ്, ചെയ്യണ സംഭവമാണ്. ഡു ദിസ് മെമ്മറി ഓഫ് മീ, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചൊല്ലാനാണോ പറഞ്ഞത്? അല്ലല്ല, ചെയ്യാനല്ല പറഞ്ഞത്. പിന്നെ എങ്ങനെ കുർബാന ചെല്ലിച്ചോ എന്ന് ചോദിക്കണേ എന്തിനാ? അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയെല്ലാം ചെയ്യുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ കുർബാന നമ്മൾ ചെയ്യാൻ വേണ്ടി വരികയാണ് പള്ളിയിൽ. എന്താണ്? അവൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയാണ്. അവൻ നമുക്ക് വേണ്ടി അവൻ്റെ ശരീരം പാപത്തിന് പരിഹാരമായിട്ട് ഭാഗിച്ച് വീതിച്ച് വിളമ്പി തന്നു. അത് നമ്മൾ അവൻ്റെ ഓർമ്മ ആഘോഷിക്കുമ്പോൾ അവൻ നമ്മളോട് കാണിച്ച കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവൻ്റെ സ്നേഹത്തിൻ്റെ ആഘോഷമായിട്ട് നമ്മൾ മുറിച്ച ആൾക്കാർക്ക് കൊടുക്കും നമ്മുടെ സമയം, നമ്മുടെ സമ്പത്ത്. അതാണ് നിങ്ങൾ ഉടമ്പടിയോട് ചെയ്യണ കുർബാന. ഉടമ്പടിക്ക് ശേഷം നിങ്ങളെ ആൾക്കാർ സുവിശേഷം അറിയാത്തവർ അറിയിക്കുന്നു, അറിഞ്ഞവർ ആഴപ്പെടുത്തുന്നു. ഉടമ്പടിക്ക് ശേഷം നിങ്ങൾ ദാനധർമ്മം ചെയ്യുന്നു. നിങ്ങൾ അനുഭവിക്കേണ്ട, നിങ്ങളുടെ മക്കൾ അനുഭവിക്കേണ്ട സമ്പത്ത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പങ്കുവെച്ച് കൊടുക്കുമ്പോൾ മുറിച്ച് കൊടുക്കുകയാണ്. കുർബാന തുടരുകയാണ്. മാസ് ഒരിക്കലും എൻഡ് ചെയ്യുന്നില്ല. കൾട്ടിക്ക് അതായത് ലിറ്ററേച്ചറിക്കൽ മാസാണ് എൻഡ് ചെയ്യണത്. ബയോളജിക്കൽ മാസ് തുടർന്നുകൊണ്ടേയിരിക്കും. ഫെയ്ത്ത് മാസ് ഫെയ്ത്ത്ഫുള്ള് തുടർന്നുകൊണ്ടേയിരിക്കും. അത് ഓർമ്മ തൊട്ട് ഓർമ്മ വരെയാണ് ആ കുർബാന. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു ഓർമ്മയുണ്ട്, നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ആ ഓർമ്മ അസ്തമിക്കുമ്പോൾ ഓർമ്മ തൊട്ട് ഓർമ്മ വരെയാണ് കുർബാന നിൽക്കുന്നത്. അവൻ്റെ ഓർമ്മയ്ക്കായി നമ്മൾ ചെയ്യണത്. കൈയടിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രവർത്തികളിലൂടെയും പ്രവർത്തികളിലൂടെയും എല്ലാം ഈശോയുടെ നാമമഹത്വത്തിനായി ഇറങ്ങി പ്രവർത്തിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഒരുമിച്ച് പാടാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ കുടുംബത്തിലെല്ലാം ഒരു ദൈവസ്നേഹത്തിൻ്റെ അഭിഷേകം ഉണ്ടാകണം. അതാണ് നിങ്ങൾ എഫേസ്യസ് നമ്മൾ വായിച്ചത് 8:17 എന്താണ്? നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി ആഴപ്പെടുവിൻ. അങ്ങനെ ആഴപ്പെട്ടാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ വീണു പോവുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, കുടുംബത്തോടുള്ള ഉത്തരവാദിത്തമുണ്ട്, കുഞ്ഞുങ്ങളോടുള്ള ഉത്തരവാദിത്തമുണ്ട്. ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണതും വീഴ്ച വരാതിരിക്കാനുള്ള ഒരു കാരണമാണ്. നിങ്ങളൊരു ഭാര്യയാണ്, നിങ്ങളുടെ ഭർത്താവാണ്, നിങ്ങളുടെ വിദ്യാർത്ഥിയാണ്, നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. പഠിക്കുക, നല്ലവണ്ണം മാർക്ക് വാങ്ങിക്കുക, മാതാപിതാക്കന്മാരുടെ ആ കുടുംബത്തിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കുക, പറ്റുന്ന പോലെയൊക്കെ പറ്റുന്നവർക്ക് ദൈവത്തിൻ്റെ നാമം അറിയിക്കാൻ വാക്കും പ്രവൃത്തിയും ഉപയോഗിക്കുക. അപ്പോൾ അതെല്ലാം ഒരു ദൈവ നിവേശിത പ്രവർത്തനങ്ങളാണിതെല്ലാം. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ വളർന്നു വരുമ്പോൾ എന്താ പറ്റണത്? നമ്മൾ സ്നേഹത്തിൽ വേര് പാകുകയാണ്. സ്നേഹത്തിൽ വേര് പാകി വേരുകൾ ആഴപ്പെടുകയാണ് ചെയ്യണത്. അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ പത്രോസ് പറയത്തില്ലേ, സകല ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി പിടിച്ചു നിൽക്കുവേൻ, അപ്പോൾ നിങ്ങൾ വീണ് പോകത്തില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന യേശുവേ, ആരാധന, ആരാധന, ആരാധന
2 പത്രോസ് 1:10. 2 പത്രോസ് 1:10. ആകയാൽ ആകയാൽ സഹോദരരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല. അതായത് വിളിയും നമുക്ക് വിളിയുണ്ട്. നമ്മൾ വിശ്വാസത്തിലേക്ക്, ഉടമ്പടി വഴി നിങ്ങൾ വിശ്വാസത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ഒരു തിരഞ്ഞെടുപ്പുണ്ട്. ഉടമ്പടി ഒരു തിരഞ്ഞെടുപ്പാണ്. കർത്താവുമായിട്ട് ഉടമ്പടി ജീവിതം നമ്മുടെ ഒരു തിരഞ്ഞെടുപ്പായിട്ടാണ് വരണത്. ഈ ഉടമ്പടിയുടെ തിരഞ്ഞെടുപ്പിൽ വിശ്വസ്തത കാണിച്ചുകൊണ്ട് നമ്മൾ പിടിച്ചു നിന്നാൽ എന്ത് പറ്റും? നമ്മൾ വീണ് പോകത്തില്ല. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടിയെ ഒരു ദൈവവിളിയായി മനസ്സിലാക്കി ഒരു തിരഞ്ഞെടുപ്പായി മനസ്സിലാക്കി അനുഷ്ഠിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിച്ചുകൊണ്ട് വീണു പോകാതിരിക്കാൻ എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. അപ്പൊ വീണു പോകാതിരിക്കാൻ എന്താ സംഭവിച്ചാൽ, വീണു പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ വീണ് പോകാത്തൊരാളിൻ്റെ പേരിലാണ്, മധ്യസ്ഥത്തിലാണ് ഈ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? സ്വന്തം മകൻ ഒരു കുറവിറച്ചിയായി തലക്ക് മുകളിൽ തൂങ്ങുമ്പോഴും അവൾ വീണ് പോകാതെ നിൽക്കണം എന്നാണ് യോഹന്നാൻ പറയണത്. എന്താണ്? യേശുവിൻ്റെ അമ്മ പറഞ്ഞ്, യേശുവിന്റെ അമ്മ അവന്റെ കുരിശിന്റെ ചുവട്ടിൽ നിന്നിരുന്നു. എങ്ങനെ നിൽക്കണം? 3 മണിക്കൂർ നിൽക്കാൻ പറ്റുമോ അവിടെ? എന്ത് പരുവക്കേടായിട്ടാണ് വീട്ടിൽ നിന്ന് വന്നത്? വെളുപ്പാങ്കാലത്ത് ഇറങ്ങിയതാ കുരിശും ചുവന്നുണ്ട്. ആ വെളുപ്പാങ്കാലത്ത് ഇറങ്ങിയ യാത്ര, 6 മണിക്ക് ഇറങ്ങിയ യാത്ര ശരിക്കും പറഞ്ഞാൽ ഗാൽവരിയിൽ വരുമ്പോൾ 12 മണിയായി. അപ്പോൾ എന്തൊരു താമസം പിടിച്ച്, എന്തൊരു വെയിൽ! ഒന്നാമത്തെ നിസ്സാം മാസത്തിലെ വെയിൽ. ഞാൻ ആ നിസ്സാം മാസത്തിൽ അവിടെ പോയ ആളാണ്. 43 ഡിഗ്രിയാണ് ഇസ്രയേലിൻ്റെ ചൂട്. ഈ ചൂടിൻ്റെ അകത്ത് തിളച്ച് ചോര ഒഴുകുമ്പോൾ വെറുതെ നിന്നാൽ പോലും നമ്മൾ പപ്പടമായി പോവും, മുരിഞ്ഞ പപ്പടമായി പോവും. ആ ഒരു അവസ്ഥയിൽ വന്ന് നിന്ന ആൾ എങ്ങനെയാണ് ക്രിസ്തുവിന് പോലും വെള്ളം കൊടുക്കാൻ പോയിട്ട് ആ മനുഷ്യന്മാർ കുടിപ്പിച്ചില്ല. അപ്പോൾ വെള്ളം കിട്ടാതെ ക്രിസ്തു മാത്രമല്ല അവിടെ നിന്നിരിക്കണത്, അമ്മ പോലും ഒരിറ്റ് വെള്ളം കിട്ടാതെ രാവിലെ 6 മണി തൊട്ട് 12 മണി വരെ നിന്ന ആൾ ക്രിസ്തുവിനെ അടക്കുമ്പോൾ 3 മണിയാകും. അപ്പം അത്രയും മണിക്കൂർ നിൽക്കണ ആൾ എന്നിട്ടും വീണില്ലെന്നാണ് പറയണത്. ഉത്തരവാദിത്തമുള്ളവർ വീഴത്തില്ല, ഉത്തരവാദിത്ത ബോധമുള്ളവരും വീഴത്തില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയണത് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറയണത്. സകല ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി. കാര്യം നമ്മളിപ്പോൾ ഞാനൊരു വൈദികനാണ്. ഞാൻ വൈദികൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിറവേറ്റിയാൽ എനിക്ക് വീഴ്ച വരത്തില്ല, തീർച്ചയായിട്ടും വീഴ്ച വരത്തില്ല. നിങ്ങളൊരു ഭാര്യയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു അമ്മയാണ്, അത് നിങ്ങളുടെ ഭർത്താവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാർത്ഥിയാണ്. നിങ്ങൾക്ക് ആ ഉത്തരവാദിത്തം കൃത്യമായി നിറവേറ്റുകയാണെങ്കിൽ ആ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എന്താണ്? ഉത്തരത്തിൻ്റെ വാദിയാണ് ഉത്തരവാദി. വാദിയും പ്രതിയുമില്ലേ ഇല്ലേ? ഉത്തരവാദി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോടാണ് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്? ഉത്തരം കടപ്പെട്ടിരിക്കുന്നത്, അതാണ് ഉത്തരവാദി എന്ന് പറയണത്. അതായത് ഉത്തരം ആർക്ക് നമ്മൾ ബോധിപ്പിക്കണം. അപ്പോൾ നമ്മൾ ഉത്തരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരം പറയേണ്ട ആളായി മാറും. ഉത്തരം നമ്മൾ ആരോടാണ് പറയേണ്ടത്? ദൈവത്തോടാണ് ഉത്തരം പറയേണ്ടത്. ഉടമ്പടിക്ക് ഉത്തരം പറയേണ്ടത് ആരോടാണ്? ദൈവത്തോട്. അപ്പോൾ ഉത്തരവാദി ആരാ? നമ്മൾ. ഭാര്യയും ഭർത്താവിനെയും ഞങ്ങളെ കൊണ്ടുവന്ന് പള്ളിയിലറിഞ്ഞ് പോസ്റ്റിന് താഴെ കല്യാണം കഴിക്കണത് ഒളിച്ചോടണമല്ല, മറിച്ച് കൗതാശികമായിട്ട് ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അൾത്താറെ വിവാഹം കഴിക്കുന്നവർ ഓർക്കുക, നിങ്ങൾ ദൈവത്തോട് ഉത്തരവാദികളാണ്. മറ്റത് പിന്നെ ഉത്തരവാദിയൊന്നുമില്ല. കാര്യം ഈ ഭൂമിയിൽ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്താ കാര്യം? എടാ ദൈവപേടിയുള്ള ദൈവ പൈതൽ നിത്യതയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് കർത്താവിൻ്റെ നാമത്തിൽ വിവാഹം കഴിക്കണത്. അവർക്ക് വിവാഹം കഴിക്കണമെങ്കിൽ ചില ആൾക്കാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അവർ ലിവിങ് ടുഗദറാണ്, ഒരുമിച്ച് താമസമാണെന്നൊക്കെ പറയും. എന്നിട്ട് അവർ അബോർഷൻ ഗുളികയൊക്കെ ഉപയോഗിക്കും. അങ്ങനെ പല മനുഷ്യർ ഈ ഭൂമിയിൽ നിൽക്കും. അവർക്ക് നിത്യതയെക്കുറിച്ച് യാതൊരു ബോധവുമില്ല. നമുക്ക് ഈ ബോധത്തിൻ്റെ കൂടുതലാണ് നമുക്ക്. എന്താ കാര്യം? ഞാൻ പരിശുദ്ധ അമ്മ ദേവമാതാവിനെ കണ്ട ആളാണ്. അപ്പം നിത്യത എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ നിത്യതയായിട്ട് അടുക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. എന്താ കാര്യം? കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കണം. അവൻ പറയണ പോലെ ജീവിക്കണം. അവൻ പറയണ പോലെ ജീവിക്കണമല്ല, വഴി നമുക്ക് തോന്നുന്ന പോലെ ജീവിക്കണമല്ല. നമുക്ക് തോന്നുന്ന പോലെ ഇപ്പോൾ ഒരു ഭർത്താവിനെ ഉപേക്ഷിച്ച്, രണ്ടാമത്തെ ഭർത്താവിനെ ഉപേക്ഷിച്ച്, മൂന്നാമത്തെ ഭാര്യയെ ഉപേക്ഷിച്ച് നമുക്കിങ്ങനെ എല്ലാ കുടിയിലും 5-6 മക്കളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഒന്നും സഭയിലില്ല, നിയമമില്ല. കർത്താവ് എന്താ പറയുക? അവരിരുവരും ഏക ശരീരമായി തീരും. എന്താ അപ്പം ഏക ശരീരമായി തീരുമെന്ന് പറയുമ്പോൾ
ആ ദൈവ തിരുസന്നിധിയിലുള്ള ഒരു കവനൻ്റ് ഉടമ്പടിയാണ് ഇവിടെ നടക്കുന്നത്. ആ ഉടമ്പടിയിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഉടമ്പടിയുടെ കുഞ്ഞുങ്ങളാണ്. ആ ഉടമ്പടിയുടെ കുഞ്ഞുങ്ങളെ വേദപാഠം പഠിപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എന്താ കാര്യം? നമ്മൾ പറഞ്ഞിട്ടുണ്ട് കർത്താവിനോട്, വിവാഹത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ പുണ്യപൂർണ്ണമായി വളർത്തിക്കൊള്ളാവുന്ന. അപ്പോൾ ചില ഭർത്താക്കന്മാർ വന്നിട്ട്, ചില ഭാര്യമാർ വന്നിട്ടും പറഞ്ഞു, എൻ്റെ അച്ഛ ഇയാളൊന്ന് കുമ്പസാരിപ്പിക്ക്. ഇയാൾ എന്നോട് പറഞ്ഞത് കല്യാണത്തിന് പോലും കുമ്പസാരിച്ചില്ല എന്നുള്ളതാണ്. കല്യാണത്തിന് പോലും കുമ്പസാരിക്കാത്ത കടവാമ്പോത്തിൻ്റെ കൂടെ നീ ജീവിക്കണത്. എൻ്റെ മകളെ, നീ കുറച്ച് വേർക്കേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കടവാമ്പോത്തിനെ കണ്ട്. ഞാൻ എറണാകുളത്ത് നിൽക്കുകയായിരുന്നു, ഞാനും നമ്മുടെ ഡ്രൈവർ മനോജും കൂടി. ഇപ്പം ഞങ്ങൾക്കൊരു ബുക്ക് സ്റ്റോള് ഒരു പുതിയ ബുക്ക് വന്നിട്ടുണ്ട്, അത് മേടിക്കണം. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴുണ്ട് ആ ബുക്ക് സ്റ്റോൾ അവിടെ ഇല്ല. എവിടെയാണെന്ന് അറിയാനും പാടില്ല. ഞങ്ങൾ ഊഹം വെച്ച സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ ഓട്ടോ റിക്ഷ സ്റ്റാൻഡിലാണ്. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഡ്രൈവർ ചോദിച്ചു, ഇന്ന ബുക്ക് സ്റ്റോൾ എവിടെയാണെന്ന് ചോദിച്ചു. ആ ബുക്ക് സ്റ്റോളാ? ആ. അവിടെ നിന്നൊരു കണക്കിന് തടി ഊരിക്കൊണ്ട് പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മനോജ് പറയണം, അയാളുടെ കഴുത്തെ ഉടമ്പടി കാശും കിടപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പെണ്ണുമ്പിള പറ്റിച്ച പണിയാണെന്ന്. ഉടമ്പടിയിലെ നേർച്ച വസ്തുക്കളെല്ലാം പ്രയോഗവിധികളിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം അതിൻ്റെ അകത്ത് പ്രാർത്ഥനയുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുണ്ട്. പിന്നെ എന്താണ്? പ്രഖ്യാപനമുണ്ട്. നമ്മൾ പത്രം കൊടുക്കത്തില്ലേ, അതെന്താണ്? പ്രഖ്യാപനമാണ്. നിങ്ങളിപ്പോൾ 18 പത്രമേ മേടിക്കുന്നുള്ളൂ. അമേരിക്കക്കാർ എന്നോട് ചോദിച്ചിരിക്കുന്നത് ഇപ്പം അടുത്ത ധ്യാനം ചിക്കാഗോയിൽ നടത്താൻ പോണ ധ്യാനത്തിന് അവരെന്നോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അതിൻ്റെ എന്താണ് PDF അയച്ചതാണ്, ഞങ്ങളിവിടെ പ്രിൻ്റ് ചെയ്ത് വിതരണം ചെയ്തോളാമെന്ന്. കഴിഞ്ഞ ധ്യാനത്തിന് അവരാണ്ട് 10,000 20,000 പത്രം മേടിച്ച് വിതരണം ചെയ്ത്, പത്രം അവിടെ തന്നെ അടിച്ച് വിതരണം ചെയ്ത്. അപ്പം നമ്മൾ അവിടെ നിന്ന് ആൾക്കാർ അവിടെ കൊടുക്കണത്, ആൾക്കാർ എന്ത് ഭക്തിയോടാണ്. അവിടെ ഇംഗ്ലീഷ് പത്രമാണ് കൃപാസനത്തിൻ്റെത്. ഇപ്പം അടുത്ത ധ്യാനത്തിന് അവർ കൊടുക്കുന്നുണ്ട്. വേറെയും ഗ്രൂപ്പുകൾ പത്രം PDF ചോദിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ PDF പത്രം ചോദിച്ചാൽ ഞങ്ങൾ PDF അയച്ചു കൊടുക്കും. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സന്ദേശമാണത്. ആ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സന്ദേശം അവർക്ക് അടിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സന്ദേശം കൈമാറണം. എന്താ കാര്യം? സന്ദേശം ലളിതമായി കൈമാറണം. സന്ദേശം എന്താണ്? ദുരന്തമുണ്ടാകാൻ പോണ്, പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ എന്തുമാത്രം ആൾക്കാർക്ക് ഈ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകം മുഴുവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി കൃപാസനത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? കൃപാസനത്തിൽ എല്ലാ മധ്യസ്ഥ പ്രാർത്ഥനക്കാരും അതേ ഉത്തരവാദിത്തമുള്ളതാണ്. ഉടമ്പടി എടുത്ത അമ്മയും കൃപാസനത്തിൽ പ്രത്യക്ഷയുടെ പരിശുദ്ധ അമ്മയുമായി ഉടമ്പടി ജീവിതം നയിക്കുന്ന നിങ്ങളും അതിന് ബാധ്യസ്ഥരാണ്. എന്താണ്? ദുരന്തമുണ്ടാകാൻ പോണ്, പ്രാർത്ഥിക്കണമെന്ന് പറയാൻ. നിങ്ങൾ പത്രം കൊണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? അമ്മ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട്, സിൽവർ ഗ്രേയിൽ പ്രത്യക്ഷപ്പെട്ട്, സമയഘടികാരത്തിൽ പ്രത്യക്ഷപ്പെട്ട്, ദുരന്തമുണ്ടാകാൻ പ്രാർത്ഥിക്കണമെന്ന് പറയാൻ വേണ്ടിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അടയാളമാണ് അവിടെ കാണുന്ന 100 കണക്കിന് സാക്ഷ്യങ്ങൾ. സാക്ഷ്യമെല്ലാം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമാണെങ്കിൽ അത് കൈമാറുന്ന നിങ്ങൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സുവിശേഷ സാക്ഷികളാണ്. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ. കൃപയുടെ കൂടാരമേ, സഞ്ചാരി മാതാവേ, കൃപയുടെ കൂടാരമേ, വാഗ്ദാനപേടകമേ, കൃപാസനത്തിൻ്റെ അമ്മേ,